ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള പ്രിയപ്പെട്ട തോമസ് റാമ്പിക്കലച്ചൻ്റെ നിര്യാണത്തിൽ നമ്മളെല്ലാവരും ഏറെ ദുഃഖിതരാണ്. എങ്കിലും അച്ഛൻ ദീർഘകാലത്തെ സഹനങ്ങളുടെ പെസഹാ രഹസ്യങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് പോയിരിക്കുന്നത് എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. ബഹുമാനപ്പെട്ട തോമസ് റാമ്പിക്കലച്ചൻ എൻ്റെ സെമിനറി കാലഘട്ടത്തിലെ പരിശീലകനാണ്. ആനിമേറ്ററായും പ്രൊഫസറായും വൈസ് റെക്ടറായും സെമിനറി കാലഘട്ടത്തിൽ അച്ഛൻ ഞങ്ങളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് അച്ഛൻ്റെ ഒപ്പം 15 വർഷക്കാലം തൃശ്ശൂർ മേരിമാതാ സെമിനറിയിൽ സഹപ്രവർത്തകരായിട്ട് ചിലവഴിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. സെമിനറി പരിശീലനത്തിൻ്റെ കാലഘട്ടത്തിൽ പറയുമ്പോൾ അച്ഛൻ വളരെ ഗൗരവ പ്രകൃതിക്കാരനായിട്ട് ആദ്യം അനുഭവപ്പെട്ടിരുന്നെങ്കിലും ഇത്രമാത്രം മാനുഷിക ഗുണങ്ങളുള്ള ഒരു വൈദികൻ എൻ്റെ പരിശീലനത്തിൽ വേറെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം മാനുഷിക ഗുണങ്ങൾ, മൂല്യങ്ങൾ, കരുണയും സ്നേഹവും അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. സഹപ്രവർത്തകനായിരുന്ന കാലഘട്ടത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ എൻ്റെ മെൻറ്ററായിരുന്നു. ഒരു സെമിനറി പരിശീലകനായിട്ട് പിച്ച വെച്ച് തുടങ്ങിയ ഘട്ടത്തിൽ ഒത്തിരിയേറെ വെല്ലുവിളികളും പ്രതിസന്ധികളും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. സെമിനറി പരിശീലനത്തിനെത്തുന്ന യുവാക്കളായ ആ സെമിനാരിക്കാരുടെ സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ, അവരെ വേണ്ട വിധത്തിൽ നയിക്കുവാൻ പലപ്പോഴും എനിക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് എൻ്റെ വലിയൊരാശ്വാസം എൻ്റെ പരിശീലകരായിരുന്ന 2 പേര്, മൺമറഞ്ഞുപോയ സക്രിയാസ് എലിപ്പുലിക്കാട്ടച്ചൻ, ഈ ദിവസങ്ങളിൽ നിന്ന് നമ്മുടെ നിന്ന് വേർപെട്ടു പോയ തോമസ് റാമ്പിക്കലച്ചൻ, ഇവർ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ആത്മീയ പിതാവായിട്ട് ഞാൻ സെമിനറിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛൻ്റെ അടുക്കലേക്ക് പല വിദ്യാർത്ഥികളെ നയിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം അച്ഛനൊരു ധാർമ്മിക ദൈവശാസ്ത്രജ്ഞൻ എന്നതിനൊപ്പം നലം തികഞ്ഞ ഒരു മനഃശാസ്ത്രജ്ഞനുമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആത്മീയമായതും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ വേർതിരിച്ച് കണ്ട് വിലയിരുത്താനും അവരെ കൈകാര്യം ചെയ്യുവാനും അച്ഛൻ എന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ജീവിതത്തിൽ ഞാനും കഴിയുന്നിടത്തോളം കൂടെ ഉണ്ടാകാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അച്ഛൻ പരിശീലിപ്പിച്ചതിനുള്ള ഏക നന്ദി അതാണല്ലോ. അച്ഛൻ തൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിച്ച അവസരത്തിൽ അന്ന് ഈ പുളിങ്കുന്ന് വരാനും അച്ഛനോടൊപ്പം വിശുദ്ധ ബലിയർപ്പിക്കാനും മീറ്റിങ്ങിൽ പങ്കെടുത്തൊരാശംസ പറയുവാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പുളിങ്കുന്ന് അച്ഛനേറെ പ്രിയപ്പെട്ട സ്ഥലമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് എന്നെ ഇവിടേക്ക് അജപാലന പരിശീലനത്തിലായിട്ട് അച്ഛൻ സെമിനാരിക്കാരനായ കാലഘട്ടത്തിൽ വിട്ടപ്പോഴാണ്. ഓരോ ഞായറാഴ്ചയും തിരികെ വരുമ്പോൾ പുളിങ്കുന്നൻ്റെ ആ മണം അച്ഛൻ എന്നിലൂടെ ആവഹിച്ചെടുക്കുമായിരുന്നു. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഇത്രയേറെ സ്വാധീനിച്ചിട്ടുള്ള തോമസ് റാമ്പിക്കലച്ചന് ഞാൻ കൃതജ്ഞത പറയുകയാണ്. അച്ഛന് തിരുസന്നിധിയിൽ എനിക്ക് ലഭിച്ചൊരു വലിയ സമ്മാനമായിരുന്ന അച്ഛനെ ഞാൻ തിരികെ കൊടുക്കുകയാണ്. അച്ഛന് ദൈവം നിത്യശാന്തി നൽകി അനുഗ്രഹിക്കും, അവിടത്തോടൊപ്പം സ്വർഗീയ മഹത്വത്തിലായിരിക്കും എന്നതിൽ എനിക്ക് സംശയമില്ല. എങ്കിലും ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് അച്ഛനെ ഞാൻ സമർപ്പിക്കുകയും അച്ഛൻ്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.